ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലുള്ള കാലാവസ്ഥയായതുകൊണ്ട് വിവി എൻ്റെ കൂടെ തമ്പുടൂനെ സ്കൂളിൽ കൊണ്ട് വിടാമെന്നും പറഞ്ഞ് വന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി സെയിൻസ്ബറി പാർക്കിങ്ങിൽ നിർത്തി. അവിടുന്ന് തമ്പുടു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി എനിക്കൊരു ടാറ്റയൊക്കെ തന്നു വിവി അവനെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് പോയി. വിവിയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഏതാണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പോലെയാണ് പുള്ളിക്കാരിയുടെ ധാരണ. പാവം തമ്പുടൂനാണ് പാർക്കിൽ കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയോ അവനെ കൊണ്ട് ഒരു വിധത്തിൽ സ്കൂളിലാക്കിയിട്ട് വിവി തിരിച്ച് നേരെ വണ്ടി കയറി വന്നിരുന്നു. മോനപ്പൻ്റെ ബൂട്ട് പൊട്ടിപ്പോയായിരുന്നു. എന്നാൽ പിന്നെ അവനൊരു ബൂട്ട് മേടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ സ്പോർട്സ് ഡയറക്റ്റിലേക്ക് പോകാമെന്നും വെച്ച് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് ഒരു കീച്ചങ്ങോട്ട് കീച്ചി. പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കും വിവിക്കും വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഇടയ്ക്ക് ടൗണിലൊക്കെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ പോകും. വിവിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ടൗണിലുള്ള സകല കടയിലും കയറി അവിടെയുള്ള സർവ്വത്ര സാധനങ്ങളുടെയും വിലയും നോക്കി നിൽപ്പാ പുള്ളിക്കാരിയുടെ പരിപാടി. എന്നാൽ ഒരു സാധനം പോലും പുള്ളിക്കാരിക്ക് വാങ്ങണമെന്നില്ല. പാർക്കിങ്ങിന് സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഒരു 3-4 റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മുടെ ആൽഡി തന്നെ ശരണമെന്നും പറഞ്ഞ് നമ്മുടെ ആൽഡിയിൽ കൊണ്ട് വണ്ടി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ആ ഇടവഴിയിൽ കൂടി നേരെ നമ്മുടെ സ്പോർട്സ് ഡയറക്ടർ ലക്ഷ്യം വെച്ച് നടന്നു. ശാന്തന് പറയുന്ന പോലെ വഴിയരികിൽ കണ്ടതാണ് നല്ല ബിയർ നിറച്ച് വെച്ചിരിക്കുന്ന ബിയർ ബാരലുകൾ. ഈ പോകുന്നതെല്ലാം കോട്ടയം, മുണ്ടക്കയം, എറണാകുളം വഴി തൃശ്ശൂർ പോകുന്ന വണ്ടികളൊന്നുമല്ല. ഇത് ഈ അടുത്തുള്ള വിദ്ബിക്ക് ഈ കാണുന്ന യോർക്കിലൊക്കെ പോകുന്ന വണ്ടികളാണ് കേട്ടോ. പിന്നെ നമ്മുടെ കൂപ്ലാൻഡ്സിലെ മച്ചാനും പോകുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറയായി എൻ്റെ കാശെന്ന് പോകുന്ന കടയിരിക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. പിന്നെ ഇതാണ് നമ്മുടെ സ്കാർബോയിലെ ഒരേ ഒരു തിയേറ്റർ, സ്റ്റീഫൻ ജോസഫ് തിയേറ്റർ. ഇവിടെ പണ്ട് കുറേ മലയാള സിനിമകൾ ഓടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാഗ്യം കേടുകൊണ്ട് ഇതുവരെ ഒരു മലയാള സിനിമ പോലും ഞാൻ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ സ്പോർട്സ് ഡയറക്റ്റിൻ്റെ അകത്തേക്ക് വന്നു. എന്തായാലും ഇന്ന് കാശ് കുറേ പോട്ടു. മോനപ്പന് വേണ്ടിയുള്ള സ്പോർട്സ് ഡയറക്റ്റിനകത്ത് ബൂട്ട് തപ്പലിൻ്റെ സമയം വളരെ ചുരുക്കമായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പുള്ളിക്കാരിക്ക് ഒരു ഷൂവും തപ്പിയെടുത്ത് അതിൻ്റെ പൈസയും കൊണ്ട് കൗണ്ടറിലും കൊടുത്തിട്ട് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ആ ഷൂ ആയിട്ട് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനുശേഷം നേരെ ഞങ്ങൾ വെച്ച് പിടിച്ചത് അനൂപേട്ടൻ്റെ വീട്ടിലോട്ടാണ്. സ്പോർട്സ് ഡയറക്ടറിൽ നിൽക്കുമ്പോൾ എനിക്ക് അനൂപേട്ടൻ്റെ ഒരു കോൾ വന്നായിരുന്നു. വൈകുന്നേരം യോർക്കിലേക്ക് സിനിമയ്ക്ക് പോയാലോ എന്നും പറഞ്ഞുള്ള ചേട്ടൻ്റെ വിളിയായിരുന്നു. കോളിംഗ് ബെല്ലടിച്ചതും തന്നെ ഡോറും തുറന്ന് ചിരിച്ചുകൊണ്ട് വരുന്ന അനൂപേട്ടനെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ വിശേഷമൊക്കെ തിരക്കി നേരെ അകത്തേക്ക് കയറിയപ്പോൾ ചേച്ചി അവിടുന്ന് ഒരു ടാറ്റയൊക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്യുന്നു. ചേട്ടൻ ഡോറ് തുറന്നപ്പോൾ തന്നെ അടുക്കളയിൽ വന്നുകൊണ്ടിരിക്കുന്ന ബീഫിൻ്റെ മണമാണ് എനിക്ക് ആദ്യം കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഞാനൊരു ഭക്ഷണപ്രിയനായതുകൊണ്ട് തന്നെ എൻ്റെ ഊഹം തെറ്റിയില്ല. സീന ചേച്ചിക്ക് സ്കാർബറോയിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, കറി ലീവ്സ് ആൻഡ് ചില്ലീസ്. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ള രുചി വിഭവങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓർഡർ അനുസരിച്ച് വെച്ചുണ്ടാക്കി കേൾക്കുന്ന ഒരു ഷെഫ് കൂടിയാണ് നമ്മുടെ സീന ചേച്ചി. അപ്പം നേരത്തെ കണ്ട പുട്ടും കടലയും ടേബിളിൽ ഇരുന്ന് തട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ആകാശത്തു കൂടി വട്ടവട്ട് പറക്കുന്ന ഹെലികോപ്റ്ററിനെയും കൂടി ഞാൻ ഈ വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തി. വൈകുന്നേരം തന്നെ പിള്ളേരെ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് നേരെ വീട്ടിലാക്കിയതിന് ശേഷം ഞാനും അനുഭവനും കൂടി നേരെ യോർക്കിലേക്ക് അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു. 15 വയസ്സിന് മേളിലോട്ടുള്ള പിള്ളേരെ മാത്രമേ സിനിമ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഭാര്യമാരെയും ഞങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി. 9 മണിക്ക് തുടങ്ങുന്ന ഷോയ്ക്ക് അടിച്ച് പിടിച്ച് 8:59 ആയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സീറ്റേ കയറിയിരുന്നു. സിനിമയും തുടങ്ങി. നല്ല അടിപൊളി പടം, എല്ലാവരും കാണണം.